ഒരു സ്പെഷ്യൽ പെർഫോമൻസിനായിട്ട് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം വിനീത് എളമാട്. നമസ്കാരം വിനീത്, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. ഈ എളമാട് എന്ന് പറയുന്നത് സ്ഥലപ്പേരാണ് അല്ലേ? എവിടെയാണത്? കൊല്ലം ജില്ലയിലെ ആയൂരിനടുത്ത് ഇളമാട് എന്ന് പറയുന്ന. ഓക്കെ. എന്താണ് വിനീത് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? മിമിക്രിയാണ്. കുറച്ച് ചലച്ചിത്ര താരങ്ങളുടെയൊക്കെ ശബ്ദമാണ് അനുകരിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു സ്പോട്ട് ഡബും കാര്യങ്ങളൊക്കെ ആയിട്ട്. അടിപൊളി. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് പ്രജോട്ടാ, നമ്മളെ ഇന്ന് മലയാളികൾക്കും ഇന്ത്യക്കും ഏറെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ഈ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പുള്ളിയുടെ ഒരു ലൈവ് വോയിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്ത് പോകാം. ഓക്കെ. ഇല്ലേട്ടാ, സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു വേദിയിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ടി വിയിലൊക്കെ നമ്മുടെ ഐറ്റം വേറെ എന്ന് പറയുന്ന പ്രോഗ്രാം ഞാനും ചാരുവും ഒക്കെ ഒരുമിച്ചിരുന്ന് കാണാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഒരു വേദിയിൽ ഇങ്ങനെ വന്ന് നിന്നപ്പം യഥാർത്ഥത്തിൽ ഒത്തിരി സന്തോഷമുണ്ട് ചേട്ടാ. അല്ല സഞ്ജു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ ലോകകപ്പിൽ നമ്മൾ മുത്തമിട്ട്, അത് എനിക്ക് തോന്നുന്നത് സഞ്ജുവിൻ്റെയും കൂടി ഒരു കാരുണ്യം കൊണ്ടും അല്ലെ സഞ്ജുവിൻ്റെ ഒരു അല്ലേ, അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വേൾഡ് കപ്പിൽ ടീമിലുണ്ടായിട്ട് നമുക്ക് കളത്തിലിറങ്ങാനൊന്നും സാധിച്ചില്ലായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മളിങ്ങനെ വിഷമിച്ച് ഇരുന്നെങ്കിൽ പോലും അന്നും ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ ഒരു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആവാൻ സാധിച്ചതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ വന്നപ്പോൾ സഞ്ജുവിനെ നമ്മുടെ മലയാളികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? അത് ചേട്ടാ തീർച്ചയായിട്ടും നമ്മുടെ നാട് തരുന്നൊരു സപ്പോർട്ട് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പം നാടാണ് നമ്മളെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നത്. അല്ല സഞ്ജു, ഒരുപാട് പേർക്ക് മോട്ടിവേഷനായി സഞ്ജുവിൻ്റെ ഈ ഒരു കളി. അതായത് 10 വർഷമായി ടീമിൽ കളിക്കുന്നു. ഇത്രയും വർഷം നിന്നിട്ട് ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു സാധനം കൈ കിട്ടിയപ്പോൾ അതെ, ഞാൻ ഒരുപാട് കാത്തിരുന്നതാണ് ചേട്ടാ. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരുന്നതാണ്. സത്യത്തിൽ ഒരുപാട് സന്തോഷം. നമ്മൾ IPL ഇനി കളിക്കോ? കാരണം ഇത് വലിയ ആളായില്ലേ, ഇന്ത്യൻ ക്യാപ്റ്റനൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ IPL കളിക്കോ? ചേട്ടാ അങ്ങനെയൊന്നും ഇല്ല, പറഞ്ഞുണ്ടാക്കുന്നില്ല. നമ്മൾ IPL വന്നെയാണ്. ഇപ്പൊ IPL തന്നെ നമ്മളിപ്പോ RR കളിച്ച് CSK പോയതിൽ തന്നെ എനിക്കൊരു ചെറിയ ഉള്ളുകൊണ്ടൊക്കെ ഒരു വിഷമമുണ്ട്. കാരണം RR നമ്മളുടെ ഒരു ടീമാണ്. സഞ്ജു, നമ്മുടെ ടീമിൽ ഇപ്പൊ ആരെയാണ്? അഭിഷേകിനാണോ ഇഷ്ടം, കോഹ്ലി, അല്ലെങ്കിൽ നമുക്ക് ആരെയാണ്? എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ് ചേട്ടാ. പക്ഷെ അഭിഷേക് ശർമ്മയും ഇഷാനും ഒക്കെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ നമ്മള് പൊതുവെ ഉള്ളവരൊക്കെ പറയും നമ്മൾ 3 പേരും തമ്മിലാണ് മത്സരം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ടാലന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരാണ്, ടാലന്റിന് ഒരു പുതുമ കൊടുക്കുന്നവരാണ്. ഈ അപ്പച്ചനാണല്ലോ കൂടുതൽ പ്രോത്സാഹനം തന്നത്. ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഒന്നും നോക്കട്ടെ മോനെ, അടിച്ചു വിട്ടേക്കാൻ. സഞ്ജു ബാറ്റിംഗ് മാത്രമല്ല, കീപ്പ് ചെയ്തെടുത്ത ഡൈവ് ചെയ്തെടുത്ത ക്യാച്ചിന് വലിയ അപ്രിസിയേഷൻ തരികയാണ്. മനസ്സിറങ്ങി സഞ്ജു സാംസണോട് സംസാരിച്ചു അല്ലേ? അടിപൊളിയായിരുന്നു, ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. അടുത്തത് നമ്മുടെ സഞ്ജുവിന്റെ ശബ്ദം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളുടെ ശബ്ദത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതാരാണ്? നമ്മുടെയൊക്കെ സ്വന്തം ശ്രീകണ്ഠൻ നായർ സാറ്. സഞ്ജു സാംസൺ കുറച്ച് സ്ലോയിൽ സംസാരിക്കും, ശ്രീകണ്ഠൻ നായർ സാറ് കുറച്ചുകൂടെ ലൗഡിൽ സംസാരിക്കും. ഇപ്പം സഞ്ജു സാംസൺ ഈ ഒരു വേദി ആങ്കർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലേക്ക് സ്വാഗതം എന്നായിരിക്കും പറയുന്നത്. ഇതിന്റെ നേരെ എക്സ്ട്രീം ആയിരിക്കും ശ്രീകണ്ഠൻ നായർ സാർ. സാർ ഈ വേദിയിലോട്ട് വരികയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് എല്ലാ പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലേക്ക് സ്വാഗതം. മീനാക്ഷി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് ഭയങ്കര സുഖം, ഭയങ്കര സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്ന പോലെ മീനാക്ഷി പറയോ? പറയണം. എല്ലാ പ്രേക്ഷകർക്കും ഇങ്ങനെ പറഞ്ഞാൽ പോരെ, കുറച്ചുകൂടെ ഉറക്കെ പറയും. എല്ലാ പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലേക്ക് സ്വാഗതം. മീനാക്ഷി മിടിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം ഈ വേദിയിൽ ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദി. താങ്ക് യു. ഓക്കെ. മറ്റൊരു താരം നമ്മുടെ കവിയും ചലച്ചിത്ര താരമൊക്കെ ആയിട്ടുള്ള ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാർ. അദ്ദേഹത്തിൻ്റെ ഒരു 2 മോഡുലേഷനാണ്. ഒന്ന് അദ്ദേഹം സിനിമയിൽ സംസാരിക്കുമ്പോൾ ഉള്ളതും, 2 വാർത്താ സമ്മേളനത്തിലൊക്കെ സംസാരിക്കുമ്പോഴുള്ള ശബ്ദം. ആദ്യം സിനിമയിലുള്ളത്. ബോംബെ അധോലോകത്തിൽ നിന്നും സമാധാനമായി ജീവിക്കുവാൻ വേണ്ടിയാണ് ധോണി നാട്ടിലേക്ക് വന്നത്. ധോണിന്റെ ശത്രുക്കളുടെ ഏറ്റവും വലിയ തെറ്റെന്തെന്നാൽ അവർ ധോണിന്റെ ശത്രുക്കളാണ് എന്നതാണ്. പെരട്ട് തള്ളേ. സിനിമയിലെ ഒരു ശബ്ദമാണ്. ഇനിയിപ്പം അദ്ദേഹത്തിൻ്റെ കവിതകൾ പാഠപുസ്തകങ്ങളിൽ വേണ്ട എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിരുന്നു പണ്ട്. അപ്പോൾ അതിൽ ഒരു ശബ്ദം. ഇതൊരു അധികാരമുണ്ടായിട്ട് പറയുന്നതല്ല, ഇതൊരു യാചനയാണ്. ഒരു ഗതികെട്ട കവി ഈ സമൂഹത്തിന്റെ മുന്നിൽ നടത്തുന്ന
ഒരു പക്ഷെ വ്യർത്ഥമായൊരു യാചനയാണ്, ഒഴിവാക്കി തരണം. ഈ വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ ലോകത്തിൽ നിന്നും വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്നും എൻ്റെ കവിതകളെ ഒഴിവാക്കി തരണം. ഞാനിത് പണത്തിനു വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ അവാർഡുകൾക്ക് വേണ്ടിയോ ബഹുമതികൾക്ക് വേണ്ടിയോ ചെയ്യുന്നൊരു കാര്യമല്ല. താങ്ക് യു. അടിപൊളി. എല്ലാം നല്ല variety choices. സൂപ്പർ. ഇനി അടുത്തതാരാണ്? മറ്റൊരു താരം നമ്മുടെ യുവ സംവിധായകനും എഴുത്തുകാരനും നമ്മുടെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബേസിലേട്ടൻ. ബേസിൽ ആ, അടിപൊളി, അടിപൊളി. അദ്ദേഹത്തിന്റെ ജയ 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 ഹേ എന്ന് പറയുന്ന ചിത്രത്തിലെ Okay, ഒരു okay. ഡയലോഗ്. നീ എവിടെയെങ്കിലും ഭർത്താവ് ഭാര്യ ഡിവോഴ്സ് ചെയ്തിട്ട് ഭർത്താവത്തേക്ക് സന്തോഷത്തോടെ ജീവിക്കട്ടെ, കണ്ടിട്ടുണ്ടോ? ഭാര്യ ഹാപ്പി ആയിരിക്കും. എന്താണെന്നറിയോ, പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് പറ്റിയല്ല. നമുക്ക് അവരില്ലാണ്ട് പറ്റില്ല, അത്ര തന്നെ. എന്നെ ഒരു ചവിട്ടിയെന്ന് വെച്ച് നീ വലിയ ആളാണെന്ന് വിചാരിച്ചാ നിനക്ക് എന്നെ അടിക്കണ? നീ ഇവിടെ കിടന്ന് ഉരുളുവേ, എന്നെ അടി. ആ, അടിപൊളി. ആ, അവസാനത്തെ ആ അടിയില്ലേ, അത് ശരിക്കും സിനിമയിൽ അങ്ങനെ തന്നെയാണ് ബേസിലേട്ടൻ പറയുന്നത്. സൂപ്പർ. ഓക്കെ. മറ്റൊരു നമ്മളെപ്പോഴും കാണുന്ന ഒരു ചാനലാണ് സഫാരി ചാനൽ. അതിലെ സഞ്ചാരം എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആദ്യം ഒന്ന് അവതരിപ്പിക്കാം. യുക്രൈന്റെ തലസ്ഥാനമായ കീവിലെ ഫ്രണ്ട്ഷിപ്പ് ഓഫ് നേഷൻസ് ആർച്ച് എന്ന മോണിമെന്റിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ് ഞാൻ. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് കീബിൽ വന്നിറങ്ങിയതെങ്കിലും ഇതിനകം ഒട്ടേറെ കാഴ്ചകൾ കാണാൻ സാധിച്ചു. അതിലൊന്നാണ് കീബ് മരുഭൂമി. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ഒട്ടകത്തെ കാണാൻ സാധിച്ചു. ഒട്ടകത്തിന്റെ മുകളിലായി ഒരു പക്ഷി ഇരിപ്പുണ്ടായിരുന്നു. അതാണത്രേ ഒട്ടക പക്ഷി. ചേട്ടാ, ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഫാരി ചാനലിൽ ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ചെയ്യുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര സാറാണെന്നാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കുകയാണ്. അദ്ദേഹം താജ്മഹലിനെ പറ്റി വളരെ നല്ല രീതിയിൽ പറഞ്ഞ ഒരു സംഭാഷണമുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ഈ കെട്ടിടം കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് താജ്മഹലിന്റെ മനസ്സിലാവില്ല. നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം ഇന്ത്യക്കാരെന്ന പേരിൽ നിങ്ങൾക്കൊരു ആദരവ് കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ഈ താജ്മഹലാണ്. ഇതവിടെ പോയൊരാൾക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. ലോകാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞൊരു 5 എണ്ണം പറഞ്ഞിട്ട് 6ാമത്തേത് താജ്മഹൽ ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ കൂടെ കയറി പോകുന്ന ഒരു വികാരം ഉണ്ടല്ലോ, അത് അവിടെ ഇരുന്ന് ചുരുക്കം മാത്രമേ മനസ്സിലാവൂ. അവൻ്റെ 5 അത്ഭുതങ്ങളുടെ കഥ പറഞ്ഞിട്ട് 6ാമത്തെ അത്ഭുതമായി താജ്മഹൽ ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ആവേശമുണ്ട്. അതാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആവേശം. അടിപൊളി ചോയ്സ് കേട്ടോ. എല്ലാം വെറൈറ്റി അതെ അതെ അതെ. പിന്നെ ഇത് പിണറായി വിജയൻ സാറിന് ചെയ്തില്ലേ? ട്രൈ ചെയ്യാം. ഒന്ന് ഓക്കെ. പിണറായി വിജയൻ സാർ വേദിയിലേക്കൊക്കെ വരുമ്പോൾ നോർമൽ രീതിയിലുള്ള ശബ്ദം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ സമ്മേളനത്തിൻ്റെ ഞാൻ സംസാരിക്കുമ്പോൾ മാത്രം ഒത്താണ് ഈ ബൈക്കിനൊരു വല്ലാത്ത ഒരു പ്രശ്നം. നിങ്ങൾക്ക് ഞാനാരാണെന്ന് മനസ്സിലായോ? ആരാണ്? പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയൻ എന്ന് പറയണോ? ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാകും, ഞങ്ങളെ അവഹേളിക്കുന്നവരുണ്ടാകും, പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ്, ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞങ്ങളെ ബാധിക്കുന്നത്. താങ്ക് യു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി വിനീതിന്റെ സ്പോട്ട് അപ്പ് കേൾക്കാം അല്ലേ? ഓക്കെ. നൂറ്റാണ്ട് കാലത്തിനും കാതങ്ങൾക്ക് മുന്നെയാണ് 893-ൽ ഇതിലും വലിയ അവഹേളനത്തിന്റെ പരകോടിയിൽ മന്ദയിൽ നിക്ഷേപിക്കപ്പെട്ടൊരു ഗാന്ധി നിൽക്കുന്നുണ്ടെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ റെയിൽവേ സ്റ്റേഷനിൽ തൊലി കറുത്തുപോയൊരു പാതകത്തിന് വെള്ളക്കാരൻ കഴുത്തേൽ കുത്തിയെറിഞ്ഞുള്ള പകപ്പിൽ തണുത്തുറഞ്ഞുള്ള നിൽപ്പാണ്. ഇട്ടെറിഞ്ഞ് നാട്ടിലേക്ക് ഓടുന്നതിന് പകരം ആ നാട്ടിലെ കറുത്തവന് വേണ്ടി കൊടിപിടിക്കാൻ ഉറച്ചു തീരുമാനിച്ചൊരു ചരിത്ര നിമിഷം. ആ ദൗത്യമാണ് മോഹൻദാസ് കരംചന്ദ് എന്നൊരു കേവല മനുഷ്യനെ മഹാത്മാവാക്കി മാറ്റിയത്, ഒരു മഹാരാജ്യത്തിന് മുകളിൽ മാമരം പോലെ പടർത്തിയത്. ആ പടർച്ചയിൽ അസഹിഷ്ണുത കൊണ്ടൊരു വർഗീയ തെമ്മാടി വെടിവെച്ചില്ലാതാക്കി പല പതിറ്റാണ്ടുകൾക്ക് പിറവും ഇന്ത്യൻ മതേതര ജനാധിപത്യ മൂല്യങ്ങളുടെ അടിയാഴത്തിൽ ഇങ്ങനെ ആഞ്ഞുറഞ്ഞു നിൽക്കുകയാണ് ഗാന്ധി ഓർമ്മ.